ഗൈസ്, നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എടക്കൽ കേവ്സ്. 1 കിലോമീറ്ററോളം നടക്കണം. എല്ലാം കൂടി ഇழுത്ത് നടക്കണുണ്ട്. ഈ തള്ളക്കൊക്കെ വലിവുള്ളതാണ്. ലിഫ്റ്റ് വെച്ചൂടെ? എന്തെന്ന് ഇവിടെ വന്നപ്പോ നമുക്കൊരു ആന്റി ഒരു ടിപ്പ് പറഞ്ഞു തന്നു. ഇങ്ങനത്തെ സ്ലോപ്പിൽ കയറുമ്പോൾ നമ്മൾ ബാക്ക്വേർഡായിട്ട് നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറാൻ പറ്റും. ഇത് ശ്രദ്ധിക്കാനുള്ള ബാക്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ച് കഴിക്കലും സൂക്ഷിച്ചാണ് നടക്കുക. അപ്പൊ അറിയായിരുന്നു നേരത്തെ. എന്നിട്ട് ഒരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കല് നിങ്ങൾ പാടുപെടുമെന്ന്. പാടുപെടുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല വർക്കൗട്ട് ആണ്. തളർന്നു വാരി പകുതി പോലും ആയില്ല. പതറത്തില്ല. ഞാൻ ഇനിയും 1 കിലോമീറ്റർ ഇനി സ്റ്റെപ്പ് കയറണം, എന്നാലേ എത്തൂ. ഒന്നല്ല, ഒരു ആംബുലൻസ് ആരെയും താഴെ ബുക്ക് ചെയ്തിടൂ. ഈ വഴിയാ? എന്തോ പൊന്ന്, നന്ദന അവിടെ കുടുങ്ങി. നന്ദന ആരെ മുമ്പ് തല കുടിക്കാത്തയാണ്. അടപ്പാടും പദപ്പാടും എന്നിട്ട് അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. കൊള്ളാം. ഇവിടെ ഒരു എലി ചത്ത നാറ്റം. അയ്യോ, ഇനിയുണ്ടോ? പണ്ടാ തുടങ്ങ്. അറ്റ് ലാസ്റ്റ് ചേച്ചിയുടെ മസില് നോക്ക്. ഓ, ഇവിടെ മനുഷ്യന് ശ്വാസം കിട്ടണല്ലോ അവൻ ചേച്ചിയുടെ മസില്. ഇതിന്റെ അകത്ത് പ്രാചീന കാലത്തെ കൊത്തുപണികൾ നമുക്ക് കാണാം. പ്രാചീന കാലത്തെ ഡ്രോയിങ്സ് നമുക്ക് ഇതിന്റെ അകത്ത് കാണാം. നമ്മളിവിടെ വൈശാലി റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. മോളിൽ നിന്നാൽ എന്തോ വ്യൂ കാണാമെന്ന് പറയുന്നു. നമുക്ക് ഇവന്മാരുടെ ചന്തി അല്ലാതെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒരു മലയും കുന്നും പറയണമെന്നുണ്ട്, പക്ഷെ അയ്യ അത്ര വരണം. നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ 4 പേര്. നമ്മളെ കൂടെ വന്നത് ഏതെങ്കിലും പാറയുടെ ഇടയിൽ പെട്ടോ അതോ എവിടെയെങ്കിലും കുഴിഞ്ഞിരിപ്പുണ്ടോ നമുക്ക് അറിഞ്ഞൂടാ. ഇത്രയും പൊക്കം ഉണ്ടായിരുന്നു അന്നത്തെ മനുഷ്യർക്ക്. അല്ലെങ്കിൽ കുനിഞ്ഞിന്ന് വണ്ടി കയറി വല്ലാത്ത പരിപാടിയായി. കൈകളൊക്കെ നേരത്തെ പറഞ്ഞില്ലേ പാറയുടെ കുരുങ്ങിയില്ല, വന്ന് മേളിൽ വന്നിട്ടുണ്ട് കേട്ടോ. സക്സസ്ഫുള്ളി ആയി കംപ്ലീറ്റഡ്. ഓ, ഇംഗ്ലീഷ് തുടങ്ങി. ഓക്കെ, ഈ പാക്കേജ് എന്ന വിഷ്ണു ചേട്ടന് നമ്മളെ വിനീതമായ കൂപ്പുകയും. ഇതോടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കും.